ഹായ് ഫ്രണ്ട്സ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ. മദ്യവും മയക്കുമരുന്നും ഒഴുകുന്നത് ലൊക്കേഷൻ സെന്ററുകളിലെ സ്ഥിരം കാഴ്ച. ഹോട്ടൽ മുറിയുടെ വാതിൽ തുറന്നു കൊടുത്താൽ മാത്രം ലഭിക്കുന്ന അവസരങ്ങൾ. നായികമാർക്ക് ആർത്തവ സമയത്ത് ശുചിമുറി സൗകര്യം പോലും ലഭിക്കുന്നില്ലെന്ന വെളിപ്പെടുത്തലുകൾ. മലയാള സിനിമാ രംഗത്തെ ലൈംഗിക അതിക്രമവും ലിംഗസമത്വവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളും അന്വേഷിച്ച് അവയ്ക്ക് പരിഹാര നടപടികൾ സമർപ്പിക്കുന്നതിനായി 2017 ജൂലൈ മാസത്തിൽ കേരള സർക്കാർ രൂപവൽക്കരിച്ച ഒരു അന്വേഷണ കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി. മുൻ കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ 3-അംഗ കമ്മിറ്റിയാണിത്. 2019 ഡിസംബർ 31-നാണ് കമ്മിറ്റി സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. മലയാള ചലച്ചിത്ര വ്യവസായം പുരുഷന്മാരായ ചില നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും അഭിനേതാക്കളുടെയും നിയന്ത്രണത്തിലാണ്. അവർ മലയാള സിനിമ വ്യവസായത്തെ മുഴുവൻ നിയന്ത്രിക്കുകയും സിനിമയിൽ പ്രവർത്തിക്കുന്ന മറ്റു വ്യക്തികളെ ഭരിക്കുകയും ചെയ്യുന്നു. പരാതി കൈകാര്യം ചെയ്യാൻ ICCയിൽ പ്രവർത്തിക്കുന്നവരെ അവർ ആവശ്യപ്പെടുന്ന രീതിയിൽ നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ICCയുടെ ഭാഗമായവരിൽ ആരെങ്കിലും അധികാരത്തിലുള്ളവരുടെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി പ്രവർത്തിച്ചില്ലെങ്കിൽ അവരുടെ ഭാവി നശിപ്പിക്കുകയോ അവരെ സിനിമയിൽ നിന്ന് തുടച്ചു നീക്കുകയോ ചെയ്യുന്നു. മലയാള സിനിമയിലെ പ്രമുഖയായ ഒരു നടി കരിയർ കെട്ടിപ്പടുത്തത് സിനിമയിൽ വിട്ടുവീഴ്ച ചെയ്തതിനാലാണെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. സിനിമയിലെ നർത്തകർ മൊഴി നൽകിയില്ല. 2 പേർ മാത്രം എത്തി. അവർ മൊഴി നൽകിയില്ല. മറ്റുള്ളവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് പോലും പിന്മാറി. ജൂനിയർ ആർട്ടിസ്റ്റുകളിൽ ഒരാൾ മാത്രമാണ് മൊഴി നൽകിയത്. സിനിമയിലെ സംഘടനയിൽ പരാതി ഉന്നയിക്കാൻ നടിമാർക്ക് ഭയമാണ്. ഉന്നതർക്ക് വിവരം ചോർന്നു കിട്ടുമെന്നാണ് പരാതിക്കാരുടെ ആശങ്ക. പ്രത്യാഘാതങ്ങൾ ഭയന്ന് നിശബ്ദരായിരിക്കേണ്ട അവസ്ഥയാണ് ഇവർക്കുള്ളത്. പോക്സോ പോലും ചുമത്താവുന്ന കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ട്. പോലീസിനെയോ കോടതിയെയോ സമീപിച്ചാൽ നേരിടേണ്ടി വരുന്നത് മോശം പരിണിത ഫലങ്ങളാണെന്ന് പലരും മൊഴി നൽകി. ഇര മാത്രമല്ല, കുടുംബാംഗങ്ങളും അപകടത്തിലാകുമെന്നും മൊഴികളുണ്ട്. ഇനി കാത്തിരിക്കാം സർക്കാർ എന്ത് നടപടിയാണ് ഇതിൽ സ്വീകരിക്കുന്നതെന്ന്. ഈ വാർത്തയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ സിനിമാ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.